വന്യരായ വൈദിക ശ്രേഷ്ഠരെ, മാതാപിതാക്കളെ, കർത്താവിലെ സഹോദരങ്ങളെ, ചെയ്യുന്നത് ഈ ദേവാലയത്തിൽ വന്ന ദൈവവചനം പറയുവാനായിട്ട് ദൈവം ഇടയാക്കിയ കൃപയെ ഓർക്കുന്നു. ദൈവനാമത്തിന് സകല മഹത്വം കൊടുക്കുന്നു. Praise the Lord. Praise the Lord. Praise the Lord. നമുക്ക് ഒരു ചോദ്യത്തിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. ക്രിസ്തു ആരാണ്? ആർക്കും ഉത്തരം പറയാം. ക്രിസ്തു ആരാണ്? Lord and my God. പിന്നെ ഓക്കെ, Son of God. കേട്ടില്ല? സേവിയർ. ഓക്കെ, നല്ല ആൻസറാണ്, എല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം, ഈ ക്രിസ്തു നമ്മൾക്കാരാണ്? ജനറലായിട്ട് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ബൈബിളിൽ പറഞ്ഞ എല്ലാം ശരിയാണ്. എനിക്കാരാണ്? ഓരോരുത്തർ അവരോട് ചോദിച്ചു, ക്രിസ്തു എനിക്കാരാണ്? ഞാൻ രോഗിയായിരുന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ദൈവസൗഖ്യം തന്നു. അപ്പോൾ ക്രിസ്തു ആരാണ്? ഒരു ഡോക്ടർ അല്ലേ? സൗഖ്യം തന്ന ഒരു ഡോക്ടറാണ്. ഞാൻ സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് സാമ്പത്തിക വിടുതൽ ലഭിച്ചു. അപ്പോൾ ക്രിസ്തു ആരാ? ഒരു ഫൈനാൻസർ, ബാങ്കർ. ഞാൻ മാനസികമായ പ്രയാസത്തിൽ കൂടി കടന്നുപോയപ്പോൾ എനിക്ക് ആശ്വാസം തന്നു. ക്രിസ്തു ആരാ? ഒരു കൗൺസിലർ. എന്റെ വീട്ടിലൊരു പ്രശ്നമുണ്ടായി, ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും അടക്കം പ്രശ്നമുണ്ടായി. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എന്റെ വീട്ടിൽ സമാധാനം വന്നു. അപ്പോൾ ക്രിസ്തു ആരാണ്? സമാധാനപ്രിയന് അല്ലെങ്കിൽ മധ്യസ്ഥന്. ഇതൊക്കെയും ശരിയാണ്. ഇത് മാത്രമാണോ ക്രിസ്തു? വിശുദ്ധ വേദ വചനം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? വിശുദ്ധ വേദപുസ്തകം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2:11. വിശുദ്ധ വേദപുസ്തകം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2:11. സെന്റ് ലൂക്ക് ചാപ്റ്റർ 2:11. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. Today in the town of David a savior has been born to you. He is Christ the Lord. ദാവീദിന്റെ പട്ടണത്തിൽ നിന്ന് രക്ഷകനായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. ഗബ്രിയേൽ മാലാഖ ആട്ടിടയന്മാരോട് പറഞ്ഞ സന്ദേശമാണ്. അപ്പോൾ നമ്മുടെ ക്രിസ്തു ആരാ? രക്ഷിതാവ്, സേവിയർ അല്ലേ? യേശു നമ്മുടെ രക്ഷിതാവാണ്. എന്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള രക്ഷിതാവാണ് ക്രിസ്തു. അപ്പോൾ രക്ഷിതാവ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് സ്വയം രക്ഷപ്പെടാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾക്ക്, അതായത് നീന്തൽ അറിയാത്ത ഒരാൾ വെള്ളത്തിൽ വീണു, നീന്തൽ അറിയാവുന്ന ഒരാൾ രക്ഷപ്പെടുത്തി. അപ്പോൾ ആ നീന്തൽ അറിയാത്ത വെള്ളത്തിൽ വീണ ആളിനെ സംബന്ധിച്ചിടത്തോളം ആ രക്ഷപ്പെടുത്തിയ ആൾ ആ രക്ഷകനാണ്. അപ്പോൾ ക്രിസ്തു നമ്മുടെ രക്ഷിതാവാണ് എന്ന് നാം വചനത്തിൽ കൂടി പഠിക്കുകയും വായിക്കുകയും നാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്രിസ്തു എന്തിന്റെ രക്ഷിതാവാണ്? എന്തിൽ നിന്നാണ് നമ്മൾക്ക് മോചനം വേണ്ടിയത്? നമുക്ക് സ്വയം രക്ഷപ്പെടാൻ പറ്റാത്തത് എന്തിൽ നിന്നാണ്? പാപത്തിൽ നിന്ന്. പാപത്തിൽ നിന്ന് നമുക്ക് സ്വയം രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. പിതാവായ ദൈവം ഈ ലോകത്തെ എത്രമാത്രം സ്നേഹിച്ചതുകൊണ്ട് തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു, നമ്മെ രക്ഷിപ്പാനായിട്ട്. പാപത്തിന്റെ പിടിയിൽ നിന്ന് നമ്മെ രക്ഷിപ്പാനായിട്ട് ക്രിസ്തു നമ്മെ വീണ്ടെടുത്തു. നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ട കാര്യങ്ങളാണ് രക്ഷയും വിശ്വാസവും സ്നേഹവും റിപ്പന്റൻസും ഒക്കെ. ഇതൊക്കെ എന്താണ് നമ്മളെ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ വിശ്വാസം എത്രത്തോളം, ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം എത്രത്തോളം ആഴത്തിലാണ്? നമുക്ക് രക്ഷയുടെ അനുഭവമുണ്ടോ? അതോ രക്ഷ ഒരിക്കൽ മാത്രമേ ഉള്ളോ? അതോ ഇത് കണ്ടിന്യൂസ് പ്രോസസ് ആണോ? ഇതിനെ എങ്ങനെ നമ്മൾക്ക് ലഭിക്കുന്ന അല്പസമയം
ഈ സമയത്തിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തില് അപ്പോസ്തല പ്രവർത്തികള് 16-30-31 വാക്യങ്ങൾ. അവരെ പുറത്തു കൊണ്ടുവന്നു. യജമാനന്മാരെ രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. കർത്താവായ യേശുവിൽ വിശ്വസിക്ക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് അവർ പറഞ്ഞു. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലോട്ട് ഞാൻ പോകുന്നില്ല അധികം. അപ്പോസ്തലനായ പൗലോസും അപ്പൊല്ലോസിനെയും ജയിലിൽ പിടിച്ചിട്ടു. അവർ രാത്രിയിൽ അവർ പ്രാർത്ഥിച്ചു. അപ്പോൾ ചില അത്ഭുതങ്ങളൊക്കെ അവിടെ സംഭവിച്ചു. അതിൽ ഭയപ്പെട്ട ജയിലർ അവരോട് ചോദിക്കുകയാണ്, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ പൗലോസ് ലീഗ ഒറ്റ വാക്കി പറയുന്നുണ്ട്, നീ കർത്താവില് നീ വിശ്വസിച്ചാൽ മതിയെന്ന്. നമ്മളൊക്കെ എത്രയോ പ്രാവശ്യം വിശ്വസിച്ചിട്ടുണ്ടല്ലേ? എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് കർത്താവിനെ? ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ജയിലറോട് പറയുന്നു, നീ വിശ്വസിക്കുക, കർത്താവിൽ വിശ്വസിക്കണമെന്ന്. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ശ്രദ്ധ വെക്കണം. ഒന്ന്, അപ്പോസ്തലൻ പൗലോസ് ലീഹ എന്ന വ്യക്തി ജയിലറുടെ അടുക്കലായിരുന്നപ്പോൾ ഉടനെ ജയിലർ ചോദിക്കുന്ന ചോദ്യം, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? നമ്മുടെ സാന്നിധ്യം കൊണ്ട് നമ്മളോട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ, സഹോദര ഞാൻ രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണമെന്ന്? എന്റെ അനുഭവത്തിലില്ല. പൗലോസ് ലീഹ ഉടനെ മറുപടി പറയുന്നത് കർത്താവിൽ വിശ്വസിക്കണമെന്ന്. എപ്രകാരമാണ് കർത്താവിൽ നാം വിശ്വസിക്കേണ്ടത്? ഇവിടെ കർത്താവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞു, വിശ്വസിച്ചു, ബാക്കി കാര്യങ്ങളൊന്നും പറയുന്നില്ല. കുടുംബവും രക്ഷ പ്രാപിച്ചു. നീ വിശ്വസിക്കുക, നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോൾ ഒരാൾ വിശ്വസിച്ചാൽ ഒരു കുടുംബം രക്ഷ പ്രാപിക്കും എന്നിവിടെ പറയുകയാണ്. നമ്മുടെ ഭവനത്തില് ഒരാളെങ്കിലും ക്രിസ്തുവിനെ അറിയുന്നവരുണ്ടെങ്കിൽ, അറിയുന്ന ആളുണ്ടെങ്കിൽ ക്രിസ്തുവിന് ആ ഭവനത്തിലേക്കുള്ള എൻട്രിയാണ്. അപ്പോൾ നാം ക്രിസ്തീയ സ്നേഹത്തിലും വിശ്വാസത്തിലും നമ്മൾ അടിയുറച്ച് നാം നിൽക്കണം. നമ്മുടെ ഭവനത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ കുഞ്ഞുങ്ങൾ വിശ്വാസത്തിൽ വരും. നമ്മൾ തിരഞ്ഞെടുത്ത നമ്മുടെ കൂട്ടാളിയെ, നമ്മുടെ ജീവിത പങ്കാളിയെ ക്രിസ്തുവിലേക്ക് വരും. അങ്ങനെ ഒരു കുടുംബം മുഴുവനായിട്ട് ക്രിസ്തുവിനെ അറിയുന്നതായിട്ട് വരും. ഒരു കുടുംബം അറിഞ്ഞു കഴിയുമ്പോൾ മറ്റു കുടുംബത്തെ നമുക്ക് ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ആ ക്രിസ്തുവിന്റെ സ്നേഹവും ആ ക്രിസ്തുവിനോടുള്ള വിശ്വാസവും നാം അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. നമ്മൾക്ക് അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് ഈ ക്രിസ്തുവിനോടുള്ള വിശ്വാസം നാം പ്രകടിപ്പിക്കേണ്ടത്. എന്താണ് ക്രിസ്തുവിനോടുള്ള വിശ്വാസം? അത് നാം വിശുദ്ധ വേദപുസ്തകം റോമൻസ് ചാപ്റ്റർ 10 verse 9 and 10. യേശുവിനെ വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അപ്പോൾ ആദ്യമേ പറഞ്ഞു രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ നീ ക്രിസ്തുവിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എപ്രകാരമാണ് ക്രിസ്തുവിനെ വിശ്വസിക്കേണ്ടത്? രണ്ട് ഭാഗങ്ങളായിട്ടാണ് അവിടെ വരുന്നത്. ഒന്ന്, യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റു പറയണം. കൺഫസ് വിത്ത് അവർ മൗത്ത് that Jesus is our Lord. യേശുവിനെ രക്ഷിതാവായിട്ട് യേശുവിനെ കർത്താവായിട്ട് നാം ഏറ്റു പറയണം. നാവ് കൊണ്ട് പറയണം. നമ്മൾ യേശുവിനെ പറയണം. രണ്ട്, പിതാവ് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. അടുത്ത ഭാഗം ഞാൻ പിന്നീട് പോകാം. പിന്നീട് വരുന്നത് ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യും. അപ്പോൾ രക്ഷ, വിശ്വാസം, നീതീകരണം, മൂന്ന് കാര്യങ്ങളായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഇതില് പൗലോസ് ലീഹ വളരെ പ്രാധാന്യത്തോട് പറയുന്നത് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പ്, യേശുവിന്റെ ഉയർപ്പിനെ പറ്റി വളരെ ശക്തമായിട്ട് ഇവിടെ പറയുന്നു. യേശുവിനെ പിതാവ് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതുകൊണ്ട് നീ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. അപ്പോൾ വിശ്വാസം മനസ്സിലായോ? ഹൃദയം എന്താ വിശ്വസിക്കേണ്ടത് എന്നുള്ളത്.
യേശുവിനെ പിതാവ് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അപ്പോൾ എനിക്കൊരു സംശയം, നമ്മള് വിശുദ്ധ കുർബാനയില് യേശുവിന്റെ ജനനവും യേശുവിന്റെ മാമോദീസായും സുവിശേഷം യേശുവിന്റെ ജീവിതവും അത്ഭുത പ്രവർത്തികളും കഷ്ടാനുഭവങ്ങളും ക്രൂശ് മരണവും ഉയർപ്പും സ്വർഗാരോഹണവും ഒക്കെ നമ്മൾ ആഘോഷിക്കുന്നു. അപ്പോൾ ഇവിടെ പൗലോസ് പറയുന്നത് യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ കുറച്ച് വിശ്വസിച്ചാൽ മതിയാണ്, ഹൃദയം കൊണ്ടാണ് വിശ്വസിച്ചാൽ മതി, നിനക്ക് രക്ഷ പ്രാപിക്കുക. ശരിയാണോ? അപ്പൊ നമ്മുടെ വിശ്വാസവുമായിട്ട് ചെറിയ പ്രശ്നം വരുന്നുണ്ട് അവിടെ. നമുക്ക് ഒന്നുകൂടെ നോക്കാം, എന്താണ് നമ്മൾ വിശ്വസിക്കണമെന്ന് പറഞ്ഞത്? യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു, അല്ലെങ്കിൽ യേശുവിനെ മരിച്ചവരിൽ നിന്ന് പിതാവ് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അത് നമ്മൾ തീർച്ചയായിട്ടും വിശ്വസിക്കണം. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റെന്ന് വിശ്വസിച്ചാൽ എന്ത് സംഭവിക്കും? എന്താണ് ബാക്കിയുള്ളത്? യേശു മരിച്ചതായിട്ട്, അല്ലെങ്കിൽ യേശുവിനെ ക്രൂശ് മരണം സംഭവിച്ച, യേശുവിന് ക്രൂശ് മരണം സംഭവിച്ചല്ല, മരിച്ചില്ലെങ്കിൽ അങ്ങനെ ഉയർത്തെഴുന്നേൽക്കുന്നത്. അപ്പോൾ യേശു മരിച്ചു എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റും, അല്ലേ? യേശു മരിച്ചു എന്ന് വിശ്വസിച്ചാല് യേശു എങ്ങനെയാണ് മരിച്ചത്? നമ്മൾ പുറകോട്ട് പോവുകയാണ്. ക്രൂശ് മരണത്തില് സഹനത്തെ, യേശുവിന്റെ സഹനത്തെ നാം വിശ്വസിക്കുന്നു. യേശുവിന്റെ സഹനം അവസാനത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മൾ യേശുവിന്റെ രക്ഷാകരമായ പബ്ലിക് ലൈഫ് നാം വിശ്വസിക്കുന്നു. യേശുവിന്റെ ആ ജീവിതത്തിൽ നടക്കുന്ന സകല അത്ഭുതങ്ങളെയും നമ്മൾ വിശ്വസിക്കുന്നു. പിന്നെ നാം കാണുന്നത് യേശുവിന്റെ മാമോദീസ, പുറമോട്ട് പോകാൻ അത് നമ്മൾ വിശ്വസിക്കുന്നു. ഇതെല്ലാം സംഭവിച്ച കാര്യങ്ങളാണ്. പിന്നെ യേശുവിന്റെ ജനനം, അത് ഞാൻ വിശ്വസിക്കുന്നു. യേശുവിന് മനുഷ്യനായിട്ടുള്ള യേശുവിന്റെ ആ ഇൻകാർണേഷൻ, അതിനെ ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ് ഒറ്റ വാക്കി പറഞ്ഞത്, ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവന് പിതാവ് ഉയർത്തെഴുന്നേൽപ്പിച്ചവന് നിങ്ങളെ വിശ്വസിക്കണമെന്ന്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് അത് അടങ്ങിയിരിക്കുന്നത്? അതാണ് നമ്മുടെ വിശ്വാസം, അതാണ് വിശുദ്ധ ആരാധന. നമ്മൾ ഒരിക്കൽ മാത്രം വിശ്വസിച്ചിട്ട് ഞാൻ കർത്താവിനെ വിശ്വസിച്ചു, കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ഞാൻ വിശ്വസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പോയി നമ്മൾ പോവുകയല്ല. ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ് ആയിരുന്നു. അതുകൊണ്ട് എല്ലാ ആഴ്ചകളിലും നമ്മൾ കുർബാനയും കാര്യങ്ങളും ഇതെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ രക്ഷാകരമായ ആ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് നമ്മുടെ സഭ, നമ്മുടെ പിതാക്കന്മാര് ഇതൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. അതിന്റെ ആദ്യത്തെ ഭാഗം യേശുവിനെ കർത്താവ് എന്ന് വായ് കൊണ്ട് ഏറ്റുപറയണം. അവിടെ സാക്ഷ്യം പറയണം. നമ്മൾ യേശു കർത്താവാണെന്ന് നമ്മൾ പാടിക്കേട്ടില്ലേ? യേശു കർത്താവാണെന്നും അധിപതിയാണെന്ന്, എന്റെ സകലത്തിന്റെ നാഥനാണെന്ന് നാമ ഏറ്റുപറയണം. നമ്മൾ നാവ് കൊണ്ട് ഏറ്റുപറയണം. യേശുവിനെ കർത്താവ് എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? കർത്തൃത്വം നടത്തുന്നവന്. എന്റെ സകല നമ്മളവിടെ സമർപ്പിക്കുക. എന്റെ കർത്താവാണെന്ന് പറയുമ്പോൾ ഞാൻ എന്നെ തന്നെ എന്റെ ദൈവത്തിന്റെ മുൻപിൽ ഞാൻ തന്നെ സമർപ്പിക്കുക. സമർപ്പിച്ചുകൊണ്ട്, എന്റെ ദൈവമേ, എനിക്ക് സ്വയം രക്ഷപ്പെടുവാൻ സാധിക്കുകയില്ല, ഞാൻ നിന്റെ മുൻപിൽ എന്റെ മുട്ടുകളെ മടക്കുന്നു, എന്റെ തലയെ ഞാൻ കുനിക്കുന്ന കർത്താവേ, നീ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ, നീ എന്നെ ഒന്ന് തൊടയണമേ. ആ ക്രൂശിലേക്ക് നമ്മളൊന്ന് തലയൊന്ന് താഴ്ത്തി കൊടുത്തേ. എന്നിട്ട് നമ്മളൊന്ന് പറഞ്ഞേ, നീ എന്റെ കർത്താവാണെന്ന്, നീ എന്റെ ദൈവമാണെന്നൊന്ന് പറഞ്ഞേ. ആ ദൈവം നമ്മുടെ കർത്തൃസ്ഥാനം ഏറ്റെടുക്കും. ആ ദൈവം നമ്മളെ വഴി നടത്തും. അവിടെ നമ്മൾ പൂർണ്ണമായിട്ട് ദൈവത്തെ സമർപ്പിക്കുക. ആ സമർപ്പണത്തെയാണ്, ആ തരത്തിലുള്ള സമർപ്പണത്തെയാണ് ഹ്യൂമിലിറ്റി, നമ്മുടെ ഹംബിൾനെസ്, നമ്മുടെ വിനയം, താഴ്മ എന്ന് പറയുന്നത്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തില് ഏറ്റവും നമ്മൾക്ക് വേണ്ട ഒരു സ്വഭാവ ഗുണമാണ് താഴ്മ. അവനെ കർത്താവായിട്ട് നമ്മൾ സ്വീകരിക്കുക. എന്റെ കർത്താവാണ് നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ സമർപ്പിക്കുക. ആ താഴ്മ ഉള്ളവർക്ക്, താഴ്മ ഉള്ളിടത്തിൽ മാത്രമേ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ.
ആ താഴ്മ ഉള്ളിടത്ത് മാത്രമേ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തിന് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ താഴ്മ വേണം. ഇവിടെ നാം 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ക്രൂശ് മരണം. That's the focal point of everything in Jesus' ministry and his life. It's very important. അതാ രണ്ടാമത്തേത്, കർത്തൃസ്ഥാനം. നമ്മൾ വായ കൊണ്ട് ഏറ്റു പറയണം. ക്രിസ്തുവിനെ നമ്മൾ പറയണം. നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ക്രിസ്തുവിനെ പറയുവാൻ നമുക്ക് നാണിച്ചാല് ക്രിസ്തു പിതാവിന്റെ അടുക്കൽ നമ്മളെ പറ്റി പറയത്തില്ല. അപ്പോൾ നാം ക്രിസ്തുവിനെ പറ്റി മറ്റുള്ളവരോട് പറയണം. എന്റെ ക്രിസ്തു എന്റെ സകലതുമാണ്. നമ്മളെ തന്നെ താഴ്ത്തുന്നത്. പിന്നീട് അടുത്ത് നമ്മൾ വായിക്കുന്നത്, ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും. അപ്പൊ ആദ്യമേ നമ്മൾ പറഞ്ഞ ഹൃദയം കൊണ്ട് നമ്മൾ എന്ത് വിശ്വസിക്കണമെന്ന, യേശു ഉയർത്തെഴുന്നേറ്റു അല്ലെങ്കിൽ യേശുവിനെ പിതാവ് ഉയർത്തെഴുന്നേൽപ്പിച്ചെന്നുകൊണ്ട് നാം വിശ്വസിക്കണമെന്ന്. ഇവിടെ നീതിക്കായി വിശ്വസിക്കണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഭാഗം നാം യേശുവിനെ പിതാവ് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് വിശ്വസിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന എന്തോ, നമുക്ക് നീതീകരണമാണ്. ആ നീതിക്കായിട്ടാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മൾ നീതീകരിക്കപ്പെടും. പിന്നീട് വായ കൊണ്ട് നാം പറയുമ്പോൾ അത് നമുക്ക് രക്ഷയുടെ അനുഭവമായിട്ട് അത് മാറും. അപ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കിയത്, ഒന്ന്, നമ്മൾ രക്ഷ എവിടുന്നാ? ക്രിസ്തുവിൽ നിന്നാണ്. എങ്ങനെയാണ് രക്ഷിക്കപ്പെടേണ്ടത്? നാം വിശ്വസിക്കണം. എപ്രകാരമാണ് നാം വിശ്വസിക്കേണ്ടത്? കർത്താവിന്റെ ക്രൂശ് മരണവും ഉയർത്തെഴുന്നേൽപ്പും ഇതൊക്കെ നാം വിശ്വസിക്കണം. നമ്മൾ ആ ഭാഗങ്ങളിലേക്ക് ഞാൻ വീണ്ടും പോകുന്നില്ല. പിന്നീട് നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ഹ്യൂമിലിറ്റി, നമ്മുടെ ഹംബിൾനെസ്, ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തുന്നത്. എപ്രകാരമാണ് നാം നമ്മളെ തന്നെ താഴ്ത്തേണ്ടത്? എങ്ങനെയാണ് നമ്മൾ ഹംബിൾ ആവേണ്ടത് ദൈവത്തിന്റെ മുമ്പിൽ? നമുക്ക് കാര്യം സാധിക്കാൻ മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് ഹംബിൾ ആവാൻ പറ്റും, നമുക്ക് അഭിനയിക്കാൻ പറ്റും. ദൈവത്തിന് മുമ്പിൽ അത് പറ്റത്തില്ല. എപ്രകാരമാണ് നമ്മൾ ഹംബിൾ ആവേണ്ടത്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയുണ്ട്. കഥയല്ല, സംഭവം ബൈബിളിൽ വിശദീകരിക്കുന്ന ഒരു കാര്യമാണ്. പ്രോഡിഗൽ സണ്ണിന്റെ സ്റ്റോറി. മുടിയനായ പുത്രന്റെ കഥ. മുടിയനായ പുത്രൻ എപ്രകാരമാണ് അപ്പന്റെ ഭവനത്തിലേക്ക് വന്നത്? സകലതും മേടിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി. ഈ സകല സുഖങ്ങൾ, ഈ ലോകത്തിൽ ലഭിക്കാവുന്ന സകല സുഖങ്ങളും അവന്റെ പണം കൊണ്ട് അവൻ മേടിച്ചിട്ട് അവൻ തൃപ്തിയായില്ല. സകലതും നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവന് വേറൊരു ആശ്രയവുമില്ല. അവന്റെ പിതാവിന്റെ അടുക്കിലേക്ക് വന്നിട്ട് പറയുകയാണ്, അപ്പാ, നിന്റെ വേലക്കാരനായിട്ടെങ്കിലും എന്നെ ഒന്ന് കാണണം. അവന്റെ സകല അഹംഭാവം പോയി. അവൻ ഒന്നുമില്ലാത്തവനായി അവന്റെ അപ്പന്റെ സന്നിധിയിൽ അങ്ങ് താഴുകയും ചെയ്തു. സകലതും നഷ്ടപ്പെട്ട് യേശുവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് കൊടുത്തു കൊടുത്തു. അപ്പ, നിന്റെ തൊഴുത്തിലെ വേലക്കാരനായിട്ടെങ്കിലും എന്നെ ഒന്ന് നീ കരുതണം. അപ്പൻ അങ്ങനെ ചെയ്തോ? അവനെ അങ്ങനെയല്ല കരുതിയത്. അപ്പം വന്ന് അവനെ കെട്ടിപ്പിടിച്ചിട്ട് തന്റെ മോതിരമൊക്കെ ഇട്ടുകൊടുത്ത് ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രമൊക്കെ ധരിപ്പിച്ച് തൊഴുത്തിലെ ഏറ്റവും നല്ല ഒരു കാളക്കുട്ടിയെ അറുത്ത് ഒരു വിഭവസമൃദ്ധമായ സദ്യ കൊടുത്ത് സ്വന്തം മകനായിട്ട് ചേർന്നു. അപ്പോൾ നോക്കിയ ആ ഹംബിൾനെസ് എപ്രകാരമാണ് പിതാവ്, സ്വർഗത്തിലെ പിതാവ്, നമ്മുടെ അപ്പന് നമ്മളെ കാണുന്നത്. നമുക്ക് സാധിക്കുന്നുണ്ടോ നമ്മുടെ പിതാവിന്റെ അടുക്കൽ, ദൈവത്തിന്റെ സന്നിധിയിൽ, എന്റെ ദൈവം, നീ എന്റെ കർത്താവാണ്, നീ എന്റെ നാഥനാണ്, നീ എന്റെ സർവവുമാണ്, നീ എന്നെ വഴി നടത്തുന്നവനാണ്, നീ എന്റെ പാലകനാണ്, എനിക്ക് നിന്നിലല്ലാതെ മറ്റൊരു രക്ഷയുമില്ല, ഞാൻ നിന്നിലാണ് ആശ്രയിക്കുന്നത്, നാഥ, നീ എന്നെ കൈവിടരുത്. ഞാൻ നിന്റെ മകൻ എന്ന് പറയാൻ പോലും എനിക്ക് യോഗ്യതയില്ല. ഞാൻ ഈ ലോകത്തിന്റെ സകല സുഖങ്ങളും തേടി ഞാൻ പോയവനാണ്. ഞാൻ ലോകത്തിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിച്ചവനാണ്. നിന്റെ സന്നിധിയിൽ നോക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല. ഞാൻ നിന്റെ സന്നിധിയിലേക്ക് അടുത്ത് വരുന്നു. എന്നെ ഒന്ന് വേലക്കാരനായിട്ടെങ്കിലും ഒന്ന് കാണാമോ? ഒന്ന് താഴ്ന്നു കൊടുത്ത് നമുക്കൊന്ന്. നമ്മൾ വചനം കേൾക്കുമ്പോൾ ആ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരണം. എന്നിട്ട് നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തു ദൈവത്തിന്റെ സന്നിധിയിൽ. താഴ്ത്തുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമുക്ക് രക്ഷയുടെ അനുഭവം തരും. ഒരിക്കൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ അതൊരു സ്വഭാവമായി തീരണം. അത് കണ്ടിന്യൂസ് ആയിരിക്കണം.
നമ്മൾ ഒരിക്കൽ മാത്രം ഹമ്പിളായാൽ പോലെ അത് തുടർച്ചയായിരിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ നമ്മളെ കാണുന്നവര് എല്ലായ്പ്പോഴും നമ്മളെ അപ്രകാരം കാണുവാൻ തക്കോളം സാധിക്കണം. രക്ഷ എന്ന് പറയുന്നത് ഒരു ദിവസത്തെ അനുഭവമല്ല. നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ട, ഈ ലോകത്ത് ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് നാം നേടിയെടുക്കേണ്ട ഒരു വസ്തുതയാണ്, ഒരു അനുഗ്രഹമാണ്. ഇനിയും നമ്മൾ ഈ രക്ഷയുടെ അനുഭവം അടുത്ത ഒരു തലത്തിലേക്ക് നമുക്ക് പോകാം. യേശുതമ്പുരാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, താഴ്മയുള്ള ഹൃദയങ്ങളില് ദൈവം പ്രസാദിക്കും, അവർക്ക് കൃപ ലഭിക്കുമെന്ന്. എഫെസറിന്റെ ലേഖനം, പൗലോസ്ലീഹ എഫെസർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്തതലത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. അപ്പോൾ നമ്മളൊന്ന് ആദ്യമേ പറഞ്ഞു, വിശ്വാസം വേണം. രണ്ടോ പറഞ്ഞ് നമ്മൾ യേശുവിനെ ഉയർത്തെഴുന്നേറ്റനായ യേശുവിനെ നമ്മൾ വിശ്വസിക്കണം. മൂന്നാമത് കർത്താവിനെ നമ്മുടെ നാവ് കൊണ്ട് രക്ഷിതാവായിട്ട് ഏറ്റുപറയണം. മൂന്നാമത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ ഹമ്പിൾ ആവണം. അഞ്ചാമത് ഇവിടെ പറയുന്നുണ്ട്, കൃപയാലത്രേ നാം രക്ഷിക്കപ്പെടുന്നത്. ആ കൃപ ലഭിക്കണമെങ്കിൽ നാം താഴ്മയുള്ളവരായിരിക്കണം. താഴ്മയുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് കൃപ ലഭിക്കുകയുള്ളൂ. അപ്പോൾ താഴ്മയുള്ളവരായിരിക്കാൻ തക്കവണ്ണം നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ ജീവിത രീതികളെ നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. പിന്നെ അടുത്തത് യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4-ാം അധ്യായം 6 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു, അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർ കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ദൈവത്തിനെ കീഴടങ്ങുകയും പിശാചിനോട് എതിർത്ത് നിൽക്കുകയും, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്ത് ചെല്ലുകയും, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുകയും ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുകയും സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരയുകയും നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ താഴുകയും, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. ഇവിടെ എല്ലാം പറയുന്നത് കർത്താവിന്റെ സന്നിധിയിൽ താഴുകയും, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. എന്തിന്റെ കൃപയെ നൽകുന്നത്? രക്ഷയുടെ കൃപ. രക്ഷ എന്ന കൃപ നൽകുന്നു എങ്ങനെയുള്ളവർക്ക്? താഴ്മയുള്ളവർക്ക്. താഴ്മയുള്ളവരായിരിക്കാൻ ദൈവം നമ്മെ ഈ വചനത്തിൽ കൂടി നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് താഴ്മ ലഭിച്ചു. താഴ്മയെ പറ്റി നമ്മൾ മനസ്സിലാക്കി, വിശ്വാസത്തെ പറ്റി പഠിച്ചു, നമ്മൾ രക്ഷയെ പറ്റി നമ്മൾ മനസ്സിലാക്കി. പക്ഷെങ്കില് ഇത് മാത്രം മതിയോ? നമ്മൾ വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ യാക്കോബ് ശ്ലീഹ വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്ന 2-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം. സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും പ്രവർത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരമെന്ത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരം എന്ത്? ആ വിശ്വാസത്തിൽ അവൻ രക്ഷ പ്രാപിക്കുമോ? 17-ാമത്തെ വാക്യം കൂടെ വായിച്ച്. അങ്ങനെ വിശ്വാസവും പ്രവൃത്തിയില്ലാത്തതായ സ്വതവേ നിർജീവമാകും. അപ്പോൾ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം അത് നിർജീവമാണ്, അതില് പ്രയോജനമില്ല. അവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ നിങ്ങളിൽ ഒരുത്തൻ അവരോട് സമാധാനത്തോട് പോയി തീ കായുകയും വിശപ്പെടുകയും ചെയ്യുമെന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ
ഉപകാരമുണ്ട്. അപ്പോൾ ഞാൻ വിശ്വാസമുണ്ട് എന്ന് പറയുകയും ഞാൻ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്താൽ ആ വിശ്വാസം കൊണ്ട് നമുക്ക് പ്രയോജനമുണ്ടോ? ആ വിശ്വാസം കൊണ്ട് നമുക്ക് രക്ഷ നേടാൻ സാധിക്കുമോ? ഇല്ല. അപ്പോൾ നാം രക്ഷ പ്രാപിക്കണമെങ്കിൽ, രക്ഷയുടെ അനുഭവത്തിൽ നാം വരണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പ്രവൃത്തി കൂടി വേണം. അതുപോലെ തന്നെ ഒരു വാക്യം കൂടെ വായിച്ചാട്ടെ. യാക്കോബ് ശ്ലീഹ സുവിശേഷം 1-ാം അധ്യായം 21-22. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടുകൂടെ കൈക്കൊള്ളുകയും, എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് നിങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പീൻ. ഇത് നമുക്ക് എല്ലാവർക്കും ഒരു വളരെ പ്രാധാന്യത്തോടെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളൊക്കെ പള്ളിയിൽ വരുന്നുണ്ട്, ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്, റിട്രീറ്റിൽ പങ്കെടുക്കുന്നുണ്ട്, സുവിശേഷം കേൾക്കുന്നുണ്ട്, സുവിശേഷം വായിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ യാക്കോബ് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നത്, എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അത് ചെയ്യുന്നവരായും ഇരിക്കുകയാണ്. അപ്പോൾ വചനം കേൾക്കുക മാത്രമല്ല നാം ചെയ്യേണ്ടത്. ഇവിടെ നിന്ന് കേട്ട് നമ്മൾ ഇവിടെ ഇരുന്ന് മാത്രം രക്ഷ പ്രാപിച്ചാൽ മാത്രം പോരാ, നാം ഇത് ജീവിതത്തിൽ അനുഭവം ഉള്ളവരായി നാം പോവുകയും ചെയ്യണം. അത് പ്രവർത്തിക്കുന്നവരായി. വചനം നാം വായിക്കുകയും പഠിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അത് പ്രവർത്തിക്കുന്നവരായി നാം പോകണം. അതല്ലാതെ നാം ചെയ്താല്, നമ്മളിവിടെ വന്നിരുന്ന് വചനം കേട്ടു, നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന് കൊടുത്തു, അത് കേൾക്കുന്നവരായി തീരാതെ പ്രവർത്തിക്കുന്നവരായി നമ്മൾ തീരാതെ ഈ വചനം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം കൊണ്ടോ യാതൊരു പ്രവൃത്തിയുമില്ല. ഇവിടെ യാക്കോബ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വചനം കേൾക്കുക മാത്രമല്ല, അത് പ്രവർത്തിക്കുകയും വേണം. ഈ വചനം പ്രവർത്തിക്കാത്തവരെ, അല്ലെങ്കിൽ ഇങ്ങനെ കേട്ടിട്ട് ഇതൊന്നും പ്രവർത്തിക്കാതെ ലോക ഇഷ്ടത്തിനനുസരിച്ച് പോകുന്നവരെ യാക്കോബ് ശ്ലീഹ ഒരു പേരെടുത്ത് ഇവിടെ പറയുന്നുണ്ട്. അത് 4-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. ദൈവത്തോടെ അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുവീൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുകയും. എന്താ വിളിക്കുന്നത് അറിയാമോ? ഒന്ന് പാപികളെന്നും, രണ്ടാമത് വിളിക്കുന്നത് ഡബിൾ മൈൻഡഡ് പീപ്പിൾ എന്നാണ് വിളിക്കുന്നത്. ഇത് രണ്ട് മനസ്സുള്ളവർ. നമ്മളെല്ലാം എനിക്ക് തോന്നുന്നത് ആ രണ്ടാമത്തെ കാറ്റഗറിയില്ല. നമ്മൾ പള്ളിയിൽ വരും, ആരാധിക്കും, എല്ലാത്തിനും മുമ്പ് നിൽക്കും, നമ്മള് പള്ളി കഴിയും, നമ്മളെ ഡ്രസ്സ് മാറും, നമ്മൾ വേറൊരു ആളായിട്ട് പിന്നെ മാറും. പിന്നെ നമ്മുടെ ഇഷ്ടം അനുസരിച്ചും ലോകത്തിന്റെ ഇഷ്ടം അനുസരിച്ചും നമ്മൾ പ്രവർത്തിക്കും. എന്നിട്ട് അവരോട് യാക്കോബ് ശ്ലീഹ പറയുന്നത് എന്താ? നിങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കും, നിങ്ങളുടെ കൈകളെ വെടിപ്പാക്കുകയും. നിങ്ങളുടെ കൈകളെ വെടിപ്പാക്കുകയും. എന്താ കൈകളെ വെടിപ്പാക്കണം എന്ന് പറയുന്നതിന് അർത്ഥം എന്താ? വാഷ് യുവർ ഹാൻഡ്സ്. ജസ്റ്റ് കൈയിലെ അഴുക്ക് പൊടി കളയുവാണോ? അല്ല. കൈകളെ വെടിപ്പാക്കുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തെ തന്നെ വൃത്തിയാക്കും, ശോധന ചെയ്യണം. ശരീരത്തിന്റെ ഇഷ്ടമനുസരിച്ചല്ല നീ ജീവിക്കേണ്ടത്. നിന്റെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്, വിശുദ്ധ മന്ദിരമാണ്. അതിനെ നീ ശുദ്ധീകരിക്കണം, അതിനെ വിശുദ്ധിയോടുകൂടി നീ കാത്തു സൂക്ഷിക്കണം എന്നാണ് ഇവിടെ പൗലോസ് ശ്ലീഹ പറയുന്നത്. രണ്ടാമത് പറയുന്നത്, രണ്ട് മനസ്സുള്ളവരോട് പറയുന്നത്, നിന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ. ഒന്ന്, നിന്റെ ശരീരത്തെ കഴുകി വൃത്തിയാക്കി വിശുദ്ധിയോടുകൂടി ജീവിക്കുകയും നിന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുകയും വേണം. ഹൃദയത്തില് നിന്റെ ചിന്തകൾ എപ്രകാരമായിരിക്കണം? നിന്റെ ചിന്തകളെ നീ വിശുദ്ധീകരിച്ച് നിന്റെ ശരീരത്തെ വെടിപ്പാക്കി ഒരു മനസ്സോടെ, നീ പള്ളിയിലായിരുന്നാലും, നീ സമൂഹത്തിലായിരുന്നാലും, നീ വീട്ടിലായിരുന്നാലും, നീ ഒരു മനസ്സുള്ളവനായി, ക്രിസ്തുവിന്റെ ഒരു മനസ്സുള്ളവനായി, ക്രിസ്തുവിനോട് ജീവിക്കുന്നവനായി, ക്രിസ്തുവിന്റെ മകനായി ജീവിക്കുന്നതിനായിട്ടാണ് യാക്കോബ് ശ്ലീഹ ഇവിടെ നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. നമ്മുടെ തമ്പുരാൻ പറയരുത് ഇവൻ ഇരുമനസ്സുള്ളവനാണെന്ന് പറയരുത്, അല്ലെങ്കിൽ ഇവൾ ഇരുമനസ്സുള്ളവളാണെന്ന് പറയരുത്. ഒരു മനസ്സോടുകൂടി കർത്തൃസന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ നയിപ്പാൻ തക്കവണ്ണം നമ്മെ സഹായിക്കണം. എന്നിട്ട് അടുത്തത് പറയുന്നത്, നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. നിങ്ങളുടെ ചിരി ദുഃഖമായും, ഈ ലോകത്തിൽ നിന്ന് ലഭിക്കുന്ന
സന്തോഷം, അത് അതിൽ നിന്ന് ലഭിക്കുന്ന നിങ്ങൾ ചിരിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ദുഃഖമായി തീരട്ടെ. നിങ്ങൾക്ക് ലഭിക്കുന്ന സന്തോഷം അത് ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. ഈ ലോകത്തിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷം, അതാണ് മുടിയനായ പുത്രന് സംഭവിച്ചത്. ആ ഉപമയിൽ കൂടി നമ്മെ പഠിപ്പിക്കുന്നതാണ്. ലോകത്തിന്റെ സുഖം തേടിപ്പോയ ആ മകന് സകലതും നഷ്ടപ്പെട്ട് അവന് ഒന്നിലും തൃപ്തിയാകാതെ അവന് ക്രിസ്തു സന്നിധിയിലേക്ക്, പിതാവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അപ്പോൾ പിന്നെയും പറയുന്നു, കർത്താവിന്റെ സന്നിധിയിൽ താഴുകയും. വീണ്ടും നമ്മളോട് പറയുന്നത് ലോകസുഖങ്ങളല്ല, ഈ ലോകത്ത് കാണുന്ന യാതൊന്നുമല്ല നിനക്ക് വേണ്ടിയത്. നീ ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് വന്ന് ഒരു മനസ്സുള്ളവനായി നിന്ന് നീ താഴ്മയോടുകൂടി ദൈവസന്നിധിയിൽ ആയിരിക്കാന്, ദൈവത്തോടു കൂടി ആയിരിക്കാന് നമ്മെ ഇവിടെ പഠിപ്പിക്കുകയാണ്. എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. താഴ്മയോടുകൂടി ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മൾക്ക് ലഭിക്കുന്ന എന്തനുഗ്രഹമാണ്? നമ്മളെ അവന് ഉയർത്തും. ഇതാണ് രക്ഷയുടെ അനുഭവം എന്ന് പറയുന്നത്. കേട്ട വചനങ്ങൾക്കായിട്ട് നമുക്ക് അല്പനേരം നമ്മുടെ ഹൃദയങ്ങളെ, നമ്മുടെ തലകളെ നമുക്ക് ദൈവസന്നിധിയിൽ താഴ്ത്താം. കാരുണ്യവാനായിരിക്കുന്ന സ്വർഗീയ പിതാവാൻ ദൈവമേ, കേട്ട വചനങ്ങൾക്കായിട്ട് കർത്താവെ, അങ്ങ് ഞങ്ങളോട് സംസാരിച്ച കൃപയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു നാഥ. കർത്താവെ, വചനം കേട്ടവരായി പോകാതെ, വചനം കേട്ടവരായി കർത്താവെ പ്രവർത്തിക്കുന്നവരായി അനേകർക്ക് കർത്താവെ മാർഗമായി, ദീപമായി, വെളിച്ചമായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണം. ദൈവം എന്റെ ഹിതമനുസരിച്ച് ജീവിക്കാൻ തക്കവണ്ണം കർത്താവെ, നീ ആഗ്രഹിക്കുന്ന പ്രകാരമുള്ള രക്ഷയുടെ അനുഭവത്തിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ നയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരും അവിടുന്ന് സഹായിക്കണമേ. കർത്താവെ, നീ സകലത്തിനും മതിയായ ദൈവമാകുന്നു. നീ ഞങ്ങളുടെ നാഥനാകുന്നു. നീ ഞങ്ങളുടെ കർത്താവാകുന്നു. കർത്താവെ, ഞങ്ങൾ വിശ്വസിച്ചേറ്റ് പറയുന്നു, ഞങ്ങൾ അങ്ങയെ വിശ്വസിക്കുന്നു. കർത്താവെ, അവിടെ നിന്ന് ഞങ്ങളെ വഴി നടത്തണമേ. നിത്യവുമായ ഞങ്ങളുടെ ജീവിതം കർത്താവെ, കർത്തസന്നിധിയിലേക്കുള്ള ഞങ്ങളുടെ യാത്രയുടെ ആരംഭമാണെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, ഓരോ ദിവസവും ക്രൂശിലേക്കുള്ള ഞങ്ങളുടെ ആ യാത്രയുടെ ഒരുക്കങ്ങളാവും ഞങ്ങൾ അറിയുന്നു. കർത്താവെ, നീ അല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു ദൈവമില്ല. നീ അല്ലാതെ ഞങ്ങൾക്കൊരു നാഥനില്ല. കർത്താവെ, നിന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. നിന്റെ ജനനത്തെയും നിന്റെ മാമോദീസായും നിന്റെ പരസ്യ ശുശ്രൂഷയും നിന്റെ അത്ഭുത പ്രവൃത്തികളെയും നിന്റെ ക്രൂശുമരണത്തെയും നിന്റെ ഉയർപ്പിനെയും നിന്റെ സ്വർഗാരോഹണത്തെയും ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവ് ഞങ്ങൾ വിശ്വസിച്ചേറ്റ് പറയുന്നു. നാഥ, ഞങ്ങൾക്ക് സ്വർഗീയമായ കർത്താവ് നിന്റെ സിംഹാസനത്തിൽ മുൻപാ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വരക്ഷകനായ യേശുവിന്റെ നാമത്തിൽ തന്നെ.